ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെമ്പിൾ ഡേയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആട്ടോ ഇന്ന്. അപ്പോൾ നമ്മൾ നേരെ മറ്റത്തമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ഇറങ്ങി. പിന്നെ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ വന്ന് കുറച്ച് സമയം പ്രാർത്ഥിച്ചു. അവിടെ എന്തോ പണിയൊക്കെ നടക്കുകയാണ്. അങ്ങനെ അവിടുന്ന് നേരെ നമ്മുടെ ഏവൊരു കണ്ണനെ എടുത്തിട്ട് വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടോട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ ഏവൊരു അമ്പലത്തിൻ്റെ അകത്തൊക്കെ കയറാൻ പോകുന്നത് തന്നെ. ഇങ്ങനെ വെളിയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതിനകത്തോട്ട് കയറില്ല. എനിക്കൊരു ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഒരു വൈബൊക്കെ ആയിട്ട് ഇവിടെ തോന്നി. എന്താ പറയുക, നല്ല ഒരു പോസിറ്റീവ് വൈബ് പോലൊക്കെയാണ് തോന്നിയത് അവിടെ കയറിയപ്പോൾ തന്നെ. അപ്പോൾ അകത്തോട്ട് കയറണ്ടാന്ന് വെളിയിൽ നിൽക്കണം, കടയൊക്കെ കണ്ടപ്പോഴത്തേക്ക് വെളിയിൽ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞൊരാൾ വഴക്കൊക്കെ ഇടുക കേട്ടോ. അത് നമ്മൾ ഈ 3 അമ്പലങ്ങളിൽ നമ്മൾ നടയടയ്ക്കുന്നതിന് മുന്നേ ആയിരിക്കണമല്ലോ പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ നേരെ ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് അകത്ത് കയറി പ്രാർത്ഥിച്ച് കുറച്ച് സമയം നിന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. എന്തോ ഒരു പോസിറ്റീവ് വൈബാട്ടോ ഇവിടെ വരുമ്പോഴത്തേക്ക് തന്നെ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് അങ്ങനെ എന്നോട് പറഞ്ഞു തരികയാണ്, ആ ഭസ്മം തൊട്ടാൽ മതി, ചന്ദനം തൊടണ്ടെന്നൊക്കെ വരുന്ന് പറഞ്ഞു തരികയാണ്. അങ്ങനെ ഞാനും കുഞ്ഞും ഏട്ടനും ഒക്കെ പൊട്ടൊക്കെ തൊട്ടിട്ട് നേരെ അവിടെ എന്തോ കീർത്തനോ അങ്ങനെയൊക്കെ പാടുന്നുണ്ടായിരുന്നു. കീർത്തനം എന്ന് തന്നെയാണോ പറയുന്നത് എനിക്കറിയില്ല. എന്നാലും കുറച്ച് സമയം അവരുടെ പാട്ടൊക്കെ അവിടെ കേട്ടുകൊണ്ടിരുന്നു. ഇച്ചിരി സമയം അവിടെ നിൽക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞൻ സമ്മതിച്ചില്ല, അവനങ്ങോട്ട് അലമ്പ് തുടങ്ങിയായിരുന്നു. എന്നാലും നല്ല രീതിക്ക് കുറച്ച് സമയമെങ്കിലും അലമ്പില്ലാതെ അവനത് കേട്ടോട്ടൊക്കെ ഇരിപ്പുണ്ട്. എന്തോ കാര്യമായിട്ട് കേൾക്കുന്ന പോലൊക്കെ നിൽപ്പുണ്ട്. പക്ഷെ വല്ല മനസ്സിലാവുന്നുണ്ടോ അത് എന്താണോ എന്തോ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീട്ടിൽ പോകണം, വിശക്കുന്നു. രാവിലെ ഇറങ്ങിയോണ്ട് കുഞ്ഞൊന്നും കഴിച്ചില്ല. അപ്പോൾ അതിൻ്റെ വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ നമ്മളവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ കുരിക്കാട്ട് ഒരു കടയിൽ വന്ന്, ഒരച്ഛനൊക്കെ നടത്തുന്ന കടയിൽ വന്നിട്ട് ദോശയും കടലക്കറിയൊക്കെ അന്ന് എന്തോ ഇത് ശിവരാത്രിക്കൊക്കെ മുന്നേ എടുത്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ എന്തോ വ്രതം എന്താണ്ടുണ്ട്, ആ ശിവരാത്രിക്ക് വേണ്ടിയിട്ട് ഉള്ള വ്രതമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ വേറെ ഒന്നും കഴിച്ചില്ല. അപ്പോൾ ഇതൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് ആ പായസം കുടിച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.